അവർക്ക് എങ്ങനെയും പറയാനുള്ള അവകാശമുണ്ടല്ലോ. ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. അപ്പൊ എൻ്റെ റെസ്പോൺസ് എപ്പോഴും സന്തോഷത്തിലായിരിക്കണം. അവരുടെ സ്റ്റൈലാണ്, അവരങ്ങനെ പറയുന്നു. അത് നമ്മൾ ആ തരത്തിൽ, ഞാൻ ആ തരത്തിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരാ പറഞ്ഞതിന്റെ ടോണിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ പോകേണ്ട ആവശ്യമില്ല. അവരുപയോഗിച്ച ടോണ് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മനസ്സിനോട് പറയണം, നീ ടോണൊന്നും ശ്രദ്ധിക്കണ്ട, അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. പറഞ്ഞു, ജസ്റ്റ് ആൻസർ ടു ദ മെസ്സേജ് ദേ വെർ ഗിവിങ്. അതിൻ്റെ വ്യംഗ്യാർത്ഥത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നിന്നെ ഞാൻ കണ്ടോളാം, കേട്ടോ, നിന്നെ ഞാൻ കണ്ടോളാം എന്നൊരാൾ പറഞ്ഞു, അതിൻ്റെ വ്യംഗ്യാർത്ഥം നിന്നെ ശരിയാക്കുന്നതായിരിക്കും. ഉടനെ കണ്ടോളാന്ന് ഞാൻ അപ്പോൾ ചോദിക്കണം, അപ്പം പറഞ്ഞാൽ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. അതിനത്ര കാര്യമുള്ളൂ. കണ്ടോളാന്ന് അവർ പറഞ്ഞ കാര്യമല്ലേ, എപ്പോഴെങ്കിലും കണ്ടോളാന്ന് പറഞ്ഞു, സോ ഓക്കെ താങ്ക് യു. ക്ലിയർ ആയോ? ഞാനെന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴും സന്തോഷവാനാണ്. അപ്പം നമ്മുടെ റെസ്പോൺസ് എപ്പോഴും സന്തോഷത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കണം റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് ഞാനെന്ന് പറയുന്ന അഹം. ഐ ആം ഹാപ്പിനെസ്. ഇപ്പൊ മൈൻഡിന് ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ മൈൻഡിന് മൈൻഡാണ് കയറി ഏഡ് ചെയ്യുന്നത്. അവരുടെ വ്യംഗ്യാർത്ഥങ്ങളൊക്കെ മനസ്സിലായത്. അഹത്തിന് എനിക്ക് രണ്ട് മീനിങ് ഇല്ല, അതിൻ്റെ കറക്റ്റ് മീനിങ് മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ കണ്ടോളാം, ഓക്കെ താങ്ക് യു. അത് ചിരിച്ചുകൊണ്ട് പറയണം. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മൾ ആരും റിയാക്ട് ചെയ്യുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തിലിരുന്നോണ്ട് മാത്രമേ റിപ്ലൈ കൊടുക്കുള്ളൂ. ഇപ്പൊ തക്കളയുടെ കാര്യമാണേലും അവളെന്തെങ്കിലും മക്കളെന്തെങ്കിലും പറഞ്ഞു, പഠിത്തത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു, ഓക്കെ, ഇനി തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മോളെ ഇപ്പോൾ ഉറങ്ങുന്ന ടൈമല്ല, ഇപ്പൊ പഠിക്കുന്ന ടൈമാണ്, കൂളായിട്ട് പറയണം. ഇപ്പൊ വീണ്ടും ബലം പിടിക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട, നിന്റെ ഇഷ്ടം ഒക്കെ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് കാരണം പഠനം എന്ന് പറയുന്നത് അവര് തീരുമാനിക്കാതെ നടക്കുന്ന കാര്യമല്ല. വേറെ ഏത് കാര്യം, നമുക്ക് മരുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിക്കാതിട്ടിട്ട് ബലമായിട്ട് കെട്ടി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാം. പക്ഷെ അവർ പഠിക്കുന്ന കാരണം മനസ്സിരുത്തി ഇപ്പൊ ചെയ്യേണ്ട കാര്യമല്ലേ. നീ പഠിക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയാ അവർ പഠിക്കുന്നത്? അവരെ അറിഞ്ഞുകൊണ്ട് സന്തോഷമുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഏതൊരു കാര്യം സന്തോഷത്തോട്. ഇപ്പൊ ഭർത്താവ് ഭാര്യയോട് പറയടി നീ ആ കറി ഉണ്ടാക്കുന്ന പറഞ്ഞു, ദേഷ്യപ്പെട്ടാ പറഞ്ഞെങ്കിൽ നിങ്ങൾ ആ ഉണ്ടാക്കുന്ന ആളിന്റെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും സന്തോഷത്തിൽ ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് കാണിയാലോ. മനസ്സിലാകുന്നില്ല? അപ്പൊ നമ്മളെപ്പോഴും സന്തോഷത്തിൽ ഇല്ലെങ്കിൽ മിണ്ടരുത്. എനിക്ക് ദേഷ്യമോ സങ്കടമാണെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. എന്തേ മിണ്ടാത്ത? ഞാനിപ്പോ സങ്കടത്തിലാണ് പറഞ്ഞാൽ മതി. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ പറയാം എനിക്കിപ്പോ ദേഷ്യം വന്നോണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ 2 വർഷമായിട്ട് NLP പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് ജീവിതത്തിൽ സമൂല മാറ്റം വരുത്താൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും മനസ്സിൽ എന്തെല്ലാം സന്തോഷം ഉണ്ടെങ്കിലും മനസ്സിന് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ചെറിയ സങ്കടം ചുവന്നുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ. അത് തന്നെയാണ് എൻ്റെ എല്ലാ സന്തോഷങ്ങളും കളയുകയായിരുന്നു. ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതെന്നെ ബാധിക്കാതെ നോക്കണം, അത് പ്രശ്നം എനിക്ക് വരുത്തരുതെന്നുള്ളൊരു കരുതൽ എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അപ്സെറ്റായി പോകാതെ ദേഷ്യം വരാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട്. ഒത്തിരി മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. ഒരു സമൂഹത്തെ, ഒരു സഭയെ നേരിടാനൊക്കെ എനിക്ക് മടിയായിരുന്നു. എപ്പോഴും ഞാൻ മാറിക്കളയും അവിടെ നിന്ന്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു വിഷമം ഇല്ല. ഒരു ഗ്രൂപ്പിൽ വന്നാലും ഒളിച്ചോടി പോകുന്ന ഒരു പ്രവണത മാറി കിട്ടിയിട്ടുണ്ട് എനിക്ക്. താങ്ക് യു സാർ.
ഓക്കെ, താങ്ക് യു. ഈ ഒളിച്ചോടി പോകാന്ന് പറഞ്ഞാൽ മൈൻഡാ ഒളിച്ചോടിക്കുന്നത്. ഓ, മൈൻഡ് പറയും, എടീ നീയൊക്കെ പോട്ടെന്നേ, നിനക്കൊന്നും അറിയത്തില്ല, നീ പറഞ്ഞാൽ ശരിയാകരുന്നേ. അപ്പൊ പറയണം, പറയാണ്ടെങ്ങനെയാ ശരിയാകൂല്ലെന്ന് അറിയുന്നത് എന്ന് സ്വയം ചോദിക്കണം. എന്നിട്ട് പറയും. അന്നേരം മൈൻഡ് പറയും, അയ്യേ ശരിയായില്ലെന്ന് പറയും. അല്ല, ഇങ്ങനെയല്ലേ ശരിയാകുന്നത്. വേണമെങ്കിൽ ഉദാഹരണം മൈൻഡിനോട് പറയണം. പണ്ടൊക്കെ കുഞ്ഞായിരുന്നപ്പോ എങ്ങനെയാ, എനിക്ക് നടക്കത്തില്ല, അറിയത്തില്ലായിരുന്നല്ലോ. നടന്ന് വീണ് വീണ് പഠിച്ചു. ആദ്യം ചോറുണ്ണുമ്പോഴൊക്കെ ചോറ് താഴെ പോകുമായിരുന്നു. അതും വെച്ചുകൊണ്ട് മൈൻഡ് പറയാണ്, എടി നിനക്ക് ഉണ്ണാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇല്ലാണ്ടിരിക്കുക. ശരിക്ക് ആ സമയത്തൊക്കെ മൈൻഡ് ഉണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ. മൈൻഡുമായിട്ട് ഗുസ്തി പിടിച്ചാന്ന് വളർന്ന് നമ്മൾ അറിയുന്നതേ ഉള്ളൂ. നിലത്ത് വീണ് കാലെ മുട്ടി കഴിഞ്ഞാൽ വീണ്ടും നടക്കാൻ മനസ്സ് സമ്മതിക്കുമോ? പക്ഷെ അന്ന് മനസ്സ് നമ്മുടെ ഒപ്പമായിരുന്നു. നമ്മളെ കൊണ്ട് മുഴുവൻ ചെയ്യിപ്പിക്കായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പം നമുക്കത് പറ്റാതെ വന്നു. കാരണം മൈൻഡ് സ്ട്രോങ് ആയി. അത്രയും കാലം മൈൻഡ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലായിരുന്നു. മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നീടാണല്ലോ. ഒരു 10-12 വയസ്സാകുമ്പോഴാണ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അത്രയും നാളെ മൈൻഡ് ഇല്ല നമുക്ക്. ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇന്ററാക്ഷൻ. ആ എഴുതിയ ആളിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ നിങ്ങളോട് നേരിട്ട് പറയുന്ന പോലെ നിങ്ങളെ കേൾക്കുന്നു. സോ യു ആർ ഇന്ററാക്ടിങ് വിത്ത് എ പേഴ്സൺ, അനദർ പേഴ്സൺ. എവറി ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഈവന്റ് ആണ്. ആ ഈവന്റിൽ നിന്നാണ് എനിക്ക് മാറ്റങ്ങൾ വരുന്നത്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഐ ഹാവ് ബിക്കം എ ഡിഫറെന്റ് പേഴ്സൺ. ഇന്നലത്തെ ആളല്ല ഇത് ബുക്ക് വായിച്ചു കഴിയുമ്പോൾ. മാറ്റം വന്നിട്ട് മാറ്റം വേറെ ഒത്തിരി കാര്യങ്ങളുള്ള ബുക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ നോളജ് ആയിട്ട് തല ചിലപ്പോൾ കയറും. അത് നിന്നെ തളർത്തും. നോളജ് എപ്പോഴും നമുക്ക് ഭാരമായി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഓരോ അനുഭവത്തിൽ വരുന്തോറും നമ്മൾ അനുഭവങ്ങളാണ്, അനുഭവങ്ങളിൽ കൂടെയാണ് എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള അനുഭവങ്ങളെ കൂടെ നമ്മൾ പഠിക്കല്ല ചെയ്യുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കുന്നത്? എന്നിൽ മാറ്റങ്ങളാണ് സംഭവിക്കേണ്ടത്. ഇന്നലത്തെ ഞാൻ ആയിരിക്കരുത് ഇന്നത്തെ ഞാൻ. ഇല്ലെങ്കിൽ 50 കൊല്ലം മുമ്പുള്ള ഞാൻ അത് തന്നെയായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഓരോ സെക്കൻഡും ബെറ്റർ പേഴ്സണായിട്ട് ആകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏതൊരു ഈവൻറ്റും നമ്മൾ സന്തോഷത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ഈവൻറ്റ് വന്നു കഴിയുമ്പം ഇത് അക്യുമുലേറ്റ് ചെയ്ത് നെഗറ്റിവിറ്റി കൂടി പോകും. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ പേരൻസിൻ്റെ കൂടെ ജീവിച്ചു, 50 കൊല്ലം ജീവിച്ചു, അല്ലെ 30 കൊല്ലം ജീവിച്ചു. ആ പേരന്റുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ പേരൻസുമായിട്ടാണല്ലോ. അതുകൊണ്ട് കൂടുതൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തി പേരന്റിന്റെ ഒത്തിരി ഭാഗങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നല്ലത് ചീത്താന്നൊന്നും നമുക്കറിയത്തില്ല. പേരന്റ് എന്താണോ അതിൻ്റെ അദ്ദേഹത്തിന്റെ 100% നമുക്ക് കിട്ടിയല്ലോ. ഏതാണ്ട് 90% അല്ലെ 60% അല്ലെ 50% കിട്ടി. അതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റുകയല്ല ഞാൻ പേരന്റ് അല്ലെന്ന്. ഞാൻ പേരന്റ് ആണ്. എൻ്റെ അപ്പനാണ്. അപ്പൻ എൻ്റെ കൂടെ, അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ ഞാൻ 50 കൊല്ലം ഉണ്ടായിരുന്നു. 50 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പേരന്റ് ഇല്ലല്ലോ. പേരന്റ് ഇസ് നോ മോർ. ആ പേരന്റിന്റെ എന്താ നമുക്ക് കിട്ടും? നമുക്കൊന്നും കിട്ടിയല്ല. ആ പേരന്റ് ഇല്ലല്ലോ. ഇല്ലാത്ത ഒന്നിന്റെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ചത്തുപോയ പട്ടിയുടെ കൊര എങ്ങനെ കൊരയിൽ നിന്ന് എന്ത് അനുഭവം നിങ്ങൾക്ക് കിട്ടും? എന്ത് മാറ്റം വരാം? അപ്പൊ പറയും ഓർമ്മ എന്ന് പറയും. ഓർമ്മ എന്ന് പറയുന്നത് മുഴുവൻ നെഗറ്റീവാ. പോസിറ്റീവ് എല്ലാം നിങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞു. പോസിറ്റീവ് നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ഇല്ല. അത് ആ ഓർമ്മയാണ് കിടക്കുക. ആ ഓർമ്മ ഇസ് എ ഡിസ്റ്റർബിങ്.
എപ്പോഴും ചിന്ത എപ്പോഴും നമ്മളെ തളർത്തുകയാണ്. ഇപ്പം നൊസ്റ്റാലജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ചെലവഴിച്ച് ടൈം. ഈ നൊസ്റ്റാലജിയ വന്നു കഴിഞ്ഞാൽ അത്രയും സമയം നഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലഷർ, ഇറ്റ് ഈസ് നോട്ട് എ ഹാപ്പിനെസ്. ലിവിങ് ഇൻ ദ പ്രസന്റ്, ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള 15 വയസ്സുള്ള കാലഘട്ടത്തിലേക്ക് മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ യു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. അത് പ്ലഷറാണ്. സന്തോഷത്തിനുള്ളത് മുഴുവനും നിങ്ങളിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരാളായി. ഒരു തടി വളരുകയാണെങ്കിൽ വളം വലിച്ചെടുക്കുന്നു, അതനുസരിച്ച് വണ്ണം വെക്കുന്നു. ആ ഒഴിച്ചു കൊടുത്ത വെള്ളവും ആ കിട്ടിയ തണലും വെച്ചിട്ട് ഈ തടിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഈ തടി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന തടി എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷമായിട്ട് അതിന് കിട്ടിയ വെള്ളവും വളവും തണലുമല്ല. അതുപോലെ നമ്മളും, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ഈ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മുഴുവൻ കാരണക്കാര് ഞാൻ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന്, എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമ്മളെ മാറ്റം വരുത്തുന്നത്, അനുഭവങ്ങൾ. അപ്പൊ അനുഭവങ്ങളാണ് നമുക്കൊരു ലെസൺ എന്ന് പറയുന്നത്, നമ്മുടെ പഠനം എന്ന് പറയുന്നത്. വി ആർ ലേണിംഗ് ഫ്രം ദ എക്സ്പീരിയൻസ് ഉള്ളി. വേറെ ഒന്നിൽ നിന്നും നമ്മൾ പഠിക്കുന്നില്ല, ബാക്കിയെല്ലാം നോളജാണ്. ഇപ്പൊ 2ാം ലോകമഹായുദ്ധത്തിന്റെ നമ്മളെ പഠിക്കുന്ന, ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ഹിസ്റ്ററി പഠിക്കുമ്പോൾ 2ാം ലോകമഹായുദ്ധത്തെ പറ്റി പഠിക്കും, 1ാം ലോകമഹായുദ്ധത്തെ പറ്റി പഠിക്കും. അത് നോളജായിട്ട് തലേ കിടന്നിട്ട് എന്ത് പ്രയോജനം നിങ്ങൾക്ക്? ആ പഠിച്ചതിൽ നിന്നും എന്നിൽ വന്ന മാറ്റങ്ങളാണ് എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റുന്നത്. അത് പഠിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളല്ല, അത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളാണ്. ദാറ്റ് ഇസ് ദ ചേഞ്ച്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ രാമായണമോ ഭാഗവതമോ ബൈബിളോ ഖുറാനോ ഒക്കെ വായിക്കാന്ന് പറഞ്ഞാൽ, ഒന്ന് വായിക്കുമ്പം കിട്ടേണ്ട നിങ്ങൾക്ക് കിട്ടി, പിന്നെ നിങ്ങളെ രണ്ടാമതിനാ വായിക്കുന്നത്. അതുകൊണ്ടല്ലേ വലിയ മഹാന്മാരൊക്കെ പറയുന്നത് നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം തീയിട്ട് കത്തിച്ചു കളയാൻ പറയാം. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മളൊരു റുട്ടീനാക്കി വെച്ചിരിക്കുക. രാവിലെ ഇത് പാരായണം ചെയ്യുക, പാരായണം ചെയ്യുക, പാരായണം ചെയ്യുക. ഈ പാരായണം ചെയ്ത് ഇതിൽ മാറ്റം വരേണ്ടത് ഉടനെ വന്നു കഴിഞ്ഞു, പിന്നെ രണ്ടാമത് എന്തിനാണ് വായിക്കുന്നത്? രണ്ടാമത് വായിച്ചു കഴിഞ്ഞാൽ തലയിലെ ഭാരം കൂടും. ഒരാളുടെ ഈ ഓട്ടോബയോഗ്രഫി വായിച്ചു. ഉദാഹരണത്തിന് ഞാൻ ലാസ്റ്റ് വായിച്ച ഓട്ടോബയോഗ്രഫി, ആ ബുക്ക് ഞാൻ ആർക്കണ്ട് കൊടുത്തെന്ന് തോന്നുന്നു, കിറ്റക്സിന്റെ ജേക്കബ് സാറ്. കിറ്റക്സിന്റെ ഓണർ ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ മക്കളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ആ പുള്ളിയുടെ അപ്പനായിട്ടാണ് അന്ന അലൂമിനിയം തുടങ്ങിയ ആളാണ് ജേക്കബ് സാറ്. പുള്ളി എൻ്റെ 85 ഇയേഴ്സ് ആയപ്പോൾ ഞാൻ പുള്ളിനെ കണ്ടിട്ടുണ്ട്, പുള്ളിയുടെ വീട്ടിലും പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പുള്ളിയുടെ ബുക്ക് ഞാൻ വായിച്ചു. അത് പുള്ളി എഴുതിയതല്ല, പുള്ളിയുടെ മക്കൾ ആരാണ്ട് എഴുതി, ആരാണ്ടെ കൊണ്ട് എഴുതിപ്പിച്ചാണ്. ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ ജീവിതത്തെ പറ്റി എനിക്ക് മനസ്സിലായി. അതൊക്കെ അതിലെ ചില കാര്യങ്ങളൊക്കെ എന്നിൽ ചില മാറ്റങ്ങൾ വരുത്തി. അതാണ് ആ ബുക്ക് വായിച്ചതിൻ്റെ ഗുണം. അതുപോലെ ഓരോ വ്യക്തികളായിട്ട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഒരു ലോറി ഡ്രൈവറായിട്ട് സംസാരിച്ചു. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്, ബോംബെയിൽ നിന്ന് കയറി ഇവിടെ കൊച്ചി വരുന്നവർ ഒരു ഒരു ലോറിയുടെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അയാളുടെ ജീവചരിത്രമൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, ജസ്റ്റിസ് KT തോമസ്, പുള്ളിയുടെ കൂടെ കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ ഇരുന്നു. അപ്പോൾ പുള്ളിയുടെ ആ സംസാരത്തിൽ എനിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ ഞാനിതിനെ രണ്ടാമത് കേൾക്കുന്നത്, ആ കേട്ടത് രണ്ടാമത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ രണ്ടാമത് പുള്ളി പറയുന്ന കാര്യം വേറൊരു കാര്യമാണെങ്കിൽ എന്നിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തും.
അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഈവൻസ് ആണ്. ഞാൻ പറയാറില്ലേ, ലൈഫ് ഈസ് എ ചെയിൻ ഓഫ് ഈവൻറ്റ്സ്. ഓരോ ഈവൻറ്റും എന്നിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. തീർന്നു. ഇപ്പൊ പുസ്തകം വായന എന്ന് പറയുന്നത് ഒരു ഈവൻ്റാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകത്തിന്റെ ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ആർക്കെങ്കിലും ക്ലാസ് ആ ബുക്കിനെ ആസ്പദമാക്കി ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. ആ ക്ലാസ്സിന് നിങ്ങൾക്ക് ഒരു വിലയില്ല. നിങ്ങളുടെ ജീവിതമായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ക്ലാസ്. ആ ഞാൻ ഈ ബുക്കിൽ കൊട്ടേഷൻ പല ആൾക്കാരും കൊട്ടേഷൻ എഴുതി വെക്കുമല്ലോ. കൊട്ടേഷൻ എഴുതി വെച്ചിട്ട് എന്ത് കാര്യം? ഇന്നയാൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് പറയുന്നു എന്നാണ് എനിക്ക് കേൾക്കേണ്ടത്. നിന്റെ ജീവിതം ഇദ്ദേഹത്തിന് അയാളുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്ത് മാറ്റങ്ങളാണ് വന്നതെന്നപ്പം. ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പം അത് വായിച്ചിട്ട് ഇന്ന മാറ്റം വരുന്നത് ചിലതൊക്കെ നമ്മൾ ഓർത്തിരിക്കും. ഉദാഹരണത്തിന് ജേക്കബ് സാറിന്റെ പുസ്തകം വായിച്ചപ്പോൾ ഉള്ള ബാങ്കുമായിട്ടുള്ള ഇടപാട് പുള്ളി പറഞ്ഞിട്ട്, പുള്ളിക്ക് ബാങ്കിനെ വിശ്വസിച്ചിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ട് പല കാര്യത്തിലും പുള്ളിക്ക് നഷ്ടം വന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്നിലൊരു മാറ്റം വരുത്തി. ഞാനും എൻ്റെ ജീവിതത്തിൽ ബാങ്കിനെ വിശ്വസിക്കുകയില്ല. അതിന്റെ കാരണം വെച്ചാൽ ബാങ്ക് എപ്പോഴും നടക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു പോളിസി ഉണ്ട്. ഇപ്പൊ അഖിലാണെങ്കിലും കാനഡയ്ക്ക് പോയി. കാനഡയ്ക്ക് പോയത് അവിടുത്തെ ഗവൺമെന്റിന് അന്നത്തെ പോളിസി വെച്ചിട്ടാണ് പോയത്. ഇപ്പൊ പോളിസി മാറ്റി കഴിഞ്ഞപ്പം അഖില് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം നിർബന്ധമില്ല. അപ്പൊ അഖിലെ പുസ്തകം എഴുതാണെങ്കിൽ അഖിലെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗവൺമെന്റുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അത് ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് വോട്ട് കിട്ടണം. അപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പോളിസികൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അഖില അവിടെ ചെന്ന് പറയാ, ഇല്ലല്ലോ ഞാൻ പണ്ട് ഇവിടെ വരുമ്പോഴത്തെ നിങ്ങൾ പോളിസി ഇതാണല്ലോ, അത് നിങ്ങളെ പാലിക്കണം എന്ന് പറഞ്ഞാൽ പറയും, തനിക്ക് എവിടെയോ വോട്ടിരിക്കുന്നത്, താൻ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലെയൊക്കെ നിങ്ങൾ കേൾക്കുമെന്ന് പറയാം. താൻ വോട്ടും ചെയ്യല്ല, താൻ ഇവിടുത്തെ സിറ്റിസൺ അല്ല. അപ്പോൾ ഹൂ ഈസ് ബോദർഡ് അബൌട്ട് യു? ഈ പറഞ്ഞിടത്ത് വെച്ചാൽ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ വെച്ച അനുസരിച്ച് അവർ പോളിസി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യരുന്നുള്ള ഒരു പാഠം ഞാൻ പഠിച്ചു. ഇതാണ് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ. പിന്നീട് രാഷ്ട്രീയക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ പോകും. നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കിയേ പോവുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു മതില്ല, ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ ഇതാണ് ലേണിംഗ് ലെസൺസ് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഈസ് എ ലേണിംഗ് ലെസൺസ് എന്ന് പറയാതെ. അപ്പോൾ ഈ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്നിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ആളല്ല ഇപ്പോഴത്തെ ഞാൻ. നേരത്തെ ഉണ്ടായിരുന്നയാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നതായിരുന്നു. ഇപ്പം ഞാൻ ഫെയിലിയർ വന്നാലും സന്തോഷിച്ചിരിക്കും. അതാണ് എന്നിൽ വന്ന മാറ്റങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ അറിയണ്ടേ. ഓരോ പ്രാവശ്യവും ഓരോ ഈവൻ്റ് നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റം എനിക്ക് സംഭവിച്ചു എന്നുള്ളത് നോട്ടബിൾ ആണെങ്കിൽ വെരി ഗുഡ്. ആ ഇന്നലെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഐ ആം എ ചേഞ്ച്ഡ് പേഴ്സൺ. ഇത് കഴിയുമ്പോൾ പിന്നെ അവൻ അതായത് ഇത്രയും വിചാരിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ വേറെ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ എപ്പോഴും പയ്യന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പറയുന്നത്. ഐസ്ക്രീം വേണം കേട്ടോ, നീ രാവിലെ എഴുന്നേക്കണ്ട കേട്ടോ, ഇവിടെ കിടക്ക, നീ ആ പണിയൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ല എന്നൊക്കെ ഈ പയ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പയ്യന്റെ ഒപ്പം എപ്പോഴും നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഉടനെ പയ്യനോട് പറയും, നീ മിണ്ടായിരിക്കും, ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നീ മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഇച്ചിരി ദേഷ്യപ്പെട്ട് അങ്ങ് പറഞ്ഞേക്കണം. ഇതാണ് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. മാസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് ഏത് ടെക്നിക്കും നമുക്ക് ഉപയോഗിക്കാം. അല്പം വേണമെങ്കിൽ താഴ്മയായിട്ടും പറയാം, അവനെ അനുസരിക്കുന്നുണ്ട്. അവനെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ, ഇങ്ങനെ എപ്പോഴും കയറി എതിർത്താൽ ഇങ്ങനെ ശരിയാകുന്നത്. ആ ചേട്ടൻ കണ്ടില്ല 12 വർഷം ജോലി ചെയ്തതല്ലേ, അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ഉണ്ടെന്നേ, ഈ ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ചുമ്മാ ഇരുന്നിട്ടില്ലേ, സോ അത് നമുക്ക് എൻഗേജ്ഡ് ആയേക്കാം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവനെ നമ്മുടെ രീതികളെ കൊണ്ടുവരിക.
എന്നിട്ട് സമ്മതിക്കുന്നില്ല, ബലപ്പെടുത്തുകയാണെങ്കിൽ ഉടനെ ഫയർ ചെയ്യണം. കീപ് ക്വയറ്റ് എന്ന് പറയുന്നത്. ഷഡാപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഡോണ്ട് ടോക്ക് ടു മീ എനിമോർ. പിന്നെ നമ്മളങ്ങ് ഷട്ട് ചെയ്യണം. ഞാൻ ഒന്നും കേൾക്കരുത് മൈൻഡ് പറയുന്നത്. അപ്പോഴത്തേക്ക് മനസ്സിലായി ഇവൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. ഇതൊക്കെ ഓരോ അത് മൈൻഡ് പവർ എന്ന് പറഞ്ഞ ക്ലാസ്സും കൂടെ ശരിക്കും പറയുകയാണെങ്കിൽ അതും കൂടെ പഠിച്ചെങ്കിൽ രണ്ടും കൂടെ വരും. മൈൻഡ് പവറും മൈൻഡ് മാസ്റ്ററിയാണ് നമ്മൾ പഠിച്ചത്. അപ്പം മൈൻഡ് പവറിൻ്റെയും കൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടാണ് മൈൻഡ് മാസ്റ്ററി ഡെവലപ്പ് ചെയ്തത്.